ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറഞ്ഞ ടൈം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. കൈപ്പക്കയും മോരും ഉപയോഗിച്ച് നമുക്കിത് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു കൈപ്പക്കയാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി മുറിച്ചെടുത്ത കൈപ്പക്ക നമുക്കൊരു കുക്കറിലേക്ക് ചേർക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഈ ടൈമിൽ ചേർത്തു. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള മോരോ തൈരോ ചേർക്കണം. ഞാനിതിലേക്ക് നല്ല പുളിയുള്ള 2.5 കപ്പ് തൈരാണ് ഈ ടൈമിൽ എടുക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വേണം ചേർക്കാൻ. ഇപ്പോൾ ഇത് അടിച്ചെടുത്തു. തൈര് അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ നിന്ന് 2 വിസിൽ വന്ന് ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നു. നമ്മുടെ കൈപ്പക്ക ഇവിടെ പാകത്തിന് വെന്ത് റെഡിയായി വന്നു. നമ്മളിത് വേവിച്ചെടുക്കുന്ന ടൈമിൽ തൈര് ചേർത്തത് കൊണ്ട് തൈരിൻ്റെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല. ഇനി ഈ ടൈമിൽ ഇതിലെ ടേസ്റ്റ് നോക്കി കൈപ്പക്കയുടെ കയ്പ്പ് മാറിക്കിട്ടുന്നതിനനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് പുളിക്കനുസരിച്ചുള്ള തൈര് തന്നെ ചേർക്കണം. മോര് ചേർത്ത് കൊടുക്കരുത്. മോര് ചേർക്കുമ്പോൾ വെള്ളം കൂടിപ്പോകും. തൈര് ചേർക്കുകയാണെങ്കിലും നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്ത് ചേർക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സിയിൽ അടിച്ചെടുത്ത തൈര് വേവിച്ചെടുത്ത കൈപ്പക്കയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കട്ടിക്കാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ടൈമിൽ ഇതിലെ ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളി കുറവുണ്ടെങ്കിൽ കൂടുതൽ തൈരും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ ചേർത്ത ഉപ്പ് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ഈ ടൈമിൽ ഒരു മണ്ണിൻ്റെ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കണം. ഇത് തിളപ്പിക്കരുത്. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 ഉണ്ട വെള്ളുള്ളി, 5 ചെറിയ ഉള്ളി, 1 വലിയ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായി വന്നതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അല്പം കറിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ഗോൾഡൻ കളറിലൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ചൂട് മാറുന്നതിന് മുന്നേ തന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 3/4 സ്പൂൺ കായപ്പൊടിയും 1 ഉണക്കമുളക് മുറിച്ചെടുത്തതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് തുറന്നു. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.